നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോ പാർലമെൻറ്റ് സമ്മേളനങ്ങളും തുടങ്ങുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന ഭാവി പ്രധാനമന്ത്രിയുടെ ചില അബദ്ധ പ്രസംഗങ്ങൾ കൊണ്ടൊക്കെയാണ്. ഈ നിരവധി അബദ്ധങ്ങൾ ഈ രീതിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു പറയും. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ മറുപടി ഉണ്ടാകും. ആ പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ കണക്കും പലിശയും എല്ലാം തീർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കുന്ന പതിവാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ തൊട്ട് മുന്നേ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അത് ഗുണത്തേക്കാളേറെ പ്രതിപക്ഷത്തിന് ദോഷം ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ്. ആ അവിശ്വാസ പ്രമേയം പോലും ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ഇതുവരെ ചെയ്തിട്ടുള്ള, അതായത് കഴിഞ്ഞ 5 കൊല്ലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറയാൻ, ജനങ്ങളോട് പറയാൻ അതൊരു അവസരമൊരുക്കി. പിന്നീട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, BJPക്ക് അനുകൂലമായ തരംഗം ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ രീതിയിൽ പാർലമെൻറ്റിൽ BJP സർക്കാരിനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ നിരവധി അബദ്ധങ്ങൾ വിളിച്ചു പറയുക, ഈ അടുത്ത കാലത്ത് അംബാനി, അദാനി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉയർത്തുക, പിന്നീട് ശിവഭഗവാന്റെ ചിത്രം ഉയർത്തി കാണിക്കുക, ഹിന്ദുക്കൾ മുഴുവൻ അഹിംസയ്ക്കെതിരായിട്ടുള്ള ആളുകളാണ് എന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ ഉയർത്തുക. അതിനു മുമ്പ് ഹിൻഡൻബർഗ് റിപ്പോർട്ടായിരുന്നു. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിനുശേഷം ഇതിനെല്ലാം മറുപടി വാങ്ങിക്കൂട്ടുക, അതായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെ പരിപാടി. പക്ഷേ ഇത്തവണ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ഈ മറുപടി പ്രസംഗം അത് ഒഴിവാക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം അതുകൂടി, അല്ലെങ്കിൽ അത് താങ്ങാനുള്ള ശക്തി ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഉണ്ടായിരിക്കില്ല. കാരണം ലോക്സഭയിൽ അദ്ദേഹം അത്രമാത്രം ഗൗരവമായ ആരോപണങ്ങളാണ് ഉന്നയിക്കാൻ ശ്രമിച്ചത്. അതായത് MM നരവനെയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പുസ്തകത്തിൽ ചൈനയുടെ അല്ലെങ്കിൽ ചൈനീസ് പട്ടാളം ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി വന്നപ്പോൾ പ്രധാനമന്ത്രി ഒരു നിർദ്ദേശവും കൊടുത്തില്ല. സൈന്യത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് എന്ത് തീരുമാനവും എടുക്കാം എന്ന നിർദ്ദേശമാണ് നൽകിയത്. അത് അത് ആ രീതിയിലുള്ള കാര്യങ്ങൾ രാജ്യവിരുദ്ധമാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇതെല്ലാം കൃത്യമായി സൈന്യത്തിന് ഫ്രീ ഹാൻഡ് നൽകിയിരിക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ നയം എന്ത് എന്നെല്ലാം കൃത്യമായി അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദിക്കെതിരെ ചൈനയെ ഭയമാണ് എന്ന രീതിയിലുള്ളൊരു ആഖ്യാനം അതുണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അത് ആ ഒരു മറുപടി, അല്ലെങ്കിൽ അതിനുള്ള മറുപടി നരേന്ദ്രമോദി പറയുക, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള പ്രധാനമന്ത്രിമാർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ആരോപണങ്ങൾ ഉയർന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനത്തിനത് കളങ്കം ചാർത്തും, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നാണക്കേടാകും. അത് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പ്രസംഗത്തിന് എണീറ്റാൽ വനിതാ MP-മാരെ ഉപയോഗിച്ചുകൊണ്ടൊരു പ്രതിരോധം തീർക്കാനും, വനിതാ MP-മാരെ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിലേക്ക് അടുത്തേക്ക് അയച്ചുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് അന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നത്. അതായത് സ്പീക്കർ അത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അത്തരത്തിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന് മറുപടി പറയാത്തത് എന്ന ഒരു വിശദീകരണം സ്പീക്കർ അന്ന് തന്നെ നൽകിയിരുന്നു. അതായത് കോൺഗ്രസിലെ ചില ആളുകൾ, ചില വനിതാ MP-മാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് വരാനും പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിന് അടുത്തേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തിയേക്കുമെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ പ്രധാനമന്ത്രിയോട് ഇന്ന് സഭയിൽ ഹാജരാകേണ്ടതില്ല എന്നറിയിക്കുകയായിരുന്നു. അതനുസരിച്ചിട്ട് അദ്ദേഹം വന്നില്ല. 22 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പ്രമേയത്തിന്മേൽ പ്രധാനമന്ത്രി, അതായത് സഭാ നേതാവിൻ്റെ മറുപടിയില്ലാതെ പാസ്സാക്കേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം ഖേദകരമായി അറിയിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇവിടെ രക്ഷപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും രാജീവും ഒക്കെ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം അത്രമാത്രം കൃത്യമായ മറുപടി പ്രധാനമന്ത്രിക്ക് നൽകാനുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്താൻ, അല്ലെങ്കിൽ അങ്ങനെയൊരു നീക്കം പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ മാനിച്ച് പല കാര്യങ്ങളും ഭരണപക്ഷത്തിനും ചെയ്യേണ്ടി വരും. അത് സഭയിൽ അത്ര ഹിതകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. അത് സൃഷ്ടിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ നടപടിയെടുക്കാനായി മുതിർന്നത്. അതിനെ പ്രതിപക്ഷം പ്രധാനമന്ത്രി സ്പീക്കറുടെ പിന്നിൽ ഒളിച്ചു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ വനിതാ MP-മാരുടെ പിന്നിൽ രാഹുൽ ഗാന്ധി ഒളിക്കുകയാണോ ചെയ്തത് എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും രാജ്യസഭയിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗം നടത്തുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.